ഹായ് മക്കളെ, NMMS പരീക്ഷയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് NMMS എക്സാം എഴുതാനായിട്ട് സാധിക്കുക അല്ലെ. അപ്പൊ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എനിക്ക് NMMS എക്സാം എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൻ NMMS എഴുതാൻ പറ്റുമോ, എനിക്ക് NMMS കിട്ടുമോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ യോഗ്യതകൾ ആർക്കൊക്കെയാണ് NMMS പരീക്ഷ എഴുതാൻ പറ്റുക എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ യോഗ്യത, ഫസ്റ്റ് തിങ് യു ഹാവ് ടു നോട്ട് ഡൗൺ ഈസ്, നിങ്ങൾ ഗവൺമെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലോ ആയിരിക്കണം പഠിക്കേണ്ടത്. ഒരിക്കലും CBSE വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കോ ഈ എക്സാം എഴുതാനായിട്ട് പറ്റില്ല. മനസ്സിലാക്കി വെക്കുക, ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളില് ഈ വർഷം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റുക. ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ മാർക്ക് ലിസ്റ്റില് 55% കുറയാതെ നേടിയിരിക്കണം. ദാറ്റ് മീൻസ് 55%നേക്കാൾ മുകളിലായിരിക്കണം നിങ്ങളുടെ 7ാം ക്ലാസ്സിന്റെ പാസ് മാർക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇനി SC ST വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പാസ് മാർക്ക് 50%-ന് മുകളിൽ മതി. 50% മുകളിൽ അവർക്ക് പാസ് മാർക്ക് കിട്ടിയാൽ മതി. പിന്നെ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ പാരന്റ്സിന്റെ ആനുവൽ ഇൻകം എന്തായിരിക്കണം? 3.5 ലക്ഷം രൂപയില് താഴെ ആയിരിക്കണം. 3.5 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കണം. രണ്ടാമത്തെ കാര്യം, 7ാം ക്ലാസ്സിൽ എന്തായിരിക്കണം? 55%-ന് മുകളിൽ സ്കോർ ചെയ്യണം. മൂന്നാമത്തെ കാര്യം, 3.5 ലക്ഷം രൂപയില് താഴെ ആയിരിക്കണം നിങ്ങളുടെ വരുമാനം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ NMMS എക്സാമിനേഷൻ എഴുതാനായിട്ട് നിങ്ങളുടെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമുക്ക് റാങ്ക് ബേസിസിലാണ് ഈ NMMS സ്കോളർഷിപ്പ് കിട്ടുന്നത്. ഓക്കെ, ഈ 48,000 രൂപയാണ് ഇതിന്റെ സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടുക 4 വർഷം കൂടിയിട്ട്. ഓക്കെ, ആദ്യത്തെ വർഷം 12,000, പിന്നെ 12,000, പിന്നെ 12,000, പിന്നെ 12,000, അങ്ങനെ ടോട്ടലി 48,000 ആണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് കിട്ടുക. പക്ഷെ ഇത് ഇപ്പോൾ മറികടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മുകളിലത്തെ വന്നിട്ടുള്ള റാങ്കുകളിൽ വരണം. ഏകദേശം ഒരു 3000 റേഞ്ചിലാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരേണ്ടത്, ഓൾ കേരള റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. അതിനകത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യെസ്, ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയി എന്ന് പറഞ്ഞിട്ട് വരും, പക്ഷേ സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പ് ലെവലിലേക്ക് വരണം. എനിക്ക് തോന്നുന്നു ഒരു 3,000 സംതിങ് ആണ് അതിന്റെ റേഞ്ച്. അത് നമ്മൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും, ആപ്ലിക്കേഷൻ ഒക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ, ഈ 3 കാര്യം. അപ്പോൾ നിങ്ങൾ ഇതിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാര്യം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഇതിന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് വിദ്യാർത്ഥികൾ ഉണ്ടാവും, അവരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എക്സാം പാറ്റേണെ കുറിച്ച് പലരും ഡൗട്ട് ചോദിച്ചിരുന്നു. എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞ മക്കളെ 3 മണിക്കൂറിന്റെ പരീക്ഷയാണ്. ഓക്കെ, അതായത് രാവിലെയും ഉണ്ടാവും, ഉച്ചയ്ക്കും ഉണ്ടാവും. അപ്പൊ രാവിലെ നമുക്ക് മെയിൻലി നടക്കാറുള്ളത് മെന്റൽ എബിലിറ്റി സ്കിൽസ് ആണ്. ദാറ്റ് മീൻസ് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് ഈ നമ്പർ വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെ നമ്മൾ ഓൾറെഡി എന്താണ് പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഈ പാറ്റേൺ ഒരുപോലെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ മൂന്നാമത്തെ പാറ്റേൺ ഏതാണ്, അങ്ങനെയുള്ള ടൈപ്സ് ആയിരിക്കും എന്തുണ്ടാവുക, മെന്റൽ എബിലിറ്റി സ്കിൽസിനകത്ത് വരുന്നുണ്ടാവുക. പിന്നെ നമുക്ക് ഓൾറെഡി സാറ്റ് എക്സാമിനേഷൻ എന്ന് പറയും ഉച്ചയ്ക്ക് ശേഷം. സാറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ, മാത്സ്, സയൻസ്. നിങ്ങൾ ഇതുവരെ 8ാം ക്ലാസ് വരെ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് അതൊക്കെ ആയിരിക്കും സാറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ 2 ലെവലിലാണ് എക്സാമിനേഷൻ. മാറ്റ് ഉണ്ടാവും, അതുപോലെ സാറ്റ് ഉണ്ടാവും. മാറ്റ് രാവിലെയാണ് മെയിൻലി നടത്താറുള്ളത്, സാറ്റ് ഉച്ചയ്ക്ക് ശേഷമാണ് നടത്താറുള്ളത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, 3 മണിക്കൂറിന്റെ എക്സാം, 1.5 മണിക്കൂർ മാറ്റ്, 1.5 മണിക്കൂർ സാറ്റ്, അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 90 ക്വസ്റ്റ്യൻസ് സാറ്റിൽ നിന്നും 90 ക്വസ്റ്റ്യൻസ് മാറ്റിൽ നിന്നുമായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ടോട്ടലി 180 ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻലി ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ബോണസ് പോയിന്റ് ആണ്. എന്താണ്? നെഗറ്റീവ് മാർക്കില്ല. തെറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാർക്ക് കുറയില്ല. അതായത് നിങ്ങൾക്ക് എല്ലാ ആൻസറുകളും എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അതാണ് നിങ്ങളുടെ ഒരു ബോണസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. നെഗറ്റീവ് മാർക്ക് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 12,000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് 4 വർഷം കിട്ടും. നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, NMMS കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 9, 10, +1, +2 അങ്ങനെ 12,000 രൂപ നിങ്ങൾക്ക് കിട്ടും. അതിനൊരു തെളിവാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് NMMS എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ 48,000 റുപ്പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും പലരും കോച്ചിങ്ങിന് പോകണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ യൂട്യൂബിൽ തന്നെ പല ക്ലാസ്സസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ
നിങ്ങൾ കോച്ചിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് വേണ്ട റിപ്ലൈയും കാര്യങ്ങളും തരുന്നുണ്ടാവും. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ അത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ഇതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും, എങ്ങനെയാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ പാറ്റേൺസ് അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ NMMS എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നീ ഇതിന് എലിജിബിൾ ആണോ എന്നുള്ളത് അവരുടെ അടുത്ത് ചോദിക്കാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സോ താങ്ക് യു, അത്രയേ ഉള്ളൂ, ബൈ.